മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ഇന്ന് അവർക്ക് റെസ്റ്റ് ഡേ ആണ്, അതായത് സാറ്റർഡേ ആണല്ലോ. ഇന്ന് വലിയ ടാസ്കോ ആക്ടിവിറ്റികളോ ഒന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും റെസ്റ്റിലാണ്. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ഒനീലിനെ തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അനുമോള്. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ അഭിലാഷും അനുമോളൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അതായത് ക്യാപ്റ്റൻസിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റൻ ആകാൻ പോകുന്നത് ആരാണ്, അങ്ങനത്തെ കുറച്ച് ചർച്ചകൾ പോവുകയാണ്. അപ്പോൾ അനുമോള് പറയുന്നത് ആര് ക്യാപ്റ്റൻ ആയാലും ഫേവറിസം പാടില്ല. ഇവിടെ കുറച്ച് പാർഷ്യാലിറ്റി ഉണ്ട് എല്ലാവർക്കും. ഇതുവരെ വന്ന എല്ലാ ക്യാപ്റ്റന്മാർക്കും അങ്ങനത്തെ ഒരു പാർഷ്യാലിറ്റി ഉണ്ട്. ഒന്നിയിലും ജിസയിലും ക്യാപ്റ്റൻ ആകുവാണെങ്കിൽ അവർക്കും ഉണ്ടാകും ഇതുപോലത്തെ ഒരു ഫേവറിസവും പാർഷ്യാലിറ്റിയും എല്ലാം എന്ന് നമ്മുടെ അനുമോള് പറയുന്നു. ആ സമയത്ത് ഒനീൽ അഭിലാഷിൻ്റെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ അഭിലാഷ് ഒനീലിനോട് പറയുന്നുണ്ട്, എടാ നീ ക്യാപ്റ്റൻ ആയാൽ പാർഷ്യാലിറ്റിയോ ഫേവറിസോ ഒന്നും കാണിക്കാൻ പാടില്ല, എല്ലാവരെയും ഒരുപോലെ കാണണം. നീ ക്യാപ്റ്റനായ ഫേവറിസം കാണിക്കുമെന്നാണ് ഇവിടെ ചിലർ പറയുന്നത് എന്ന് പറയും. അപ്പോൾ അനുമോള് തന്നെ പറയും, ചിലരല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒനീലും ജിസയിലും ക്യാപ്റ്റൻ ആകുകയാണെങ്കിൽ നിങ്ങൾ ഫേവറിസം കാണിക്കും, നിങ്ങൾ പാർഷ്യാലിറ്റി കാണിക്കുമെന്ന് എനിക്കറിയാം. ജിസയിൽ ഒരിക്കലും ക്യാപ്റ്റൻ ആകാൻ പാടില്ല. ജിസയിലെങ്ങാനും ക്യാപ്റ്റൻ ആയാൽ ഇനി നമ്മൾ ആര്യൻ്റെ പട്ടി ഷോ കാണേണ്ടി വരുമെന്നൊക്കെ നമ്മുടെ അനുമോള് പറയുന്നു. ആ സമയത്ത് നമ്മുടെ ഒനിയിലും അഭിലാഷും പറയുന്നത് അതുതന്നെയാണ്. അത് ശരിയാണ്, ജിസയിൽ ക്യാപ്റ്റൻ ആകാനേ പാടില്ല. ജിസയിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ടെങ്കിൽ അവൾ പാർഷ്യാലിറ്റി കാണിക്കുമെന്ന്. അപ്പോഴാണ് നമ്മുടെ അനുമോള് ഒനീലിനോട് ചോദിക്കുന്നത്, ജിസയിൽ ക്യാപ്റ്റൻ ആകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്തുകൊണ്ട് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ജിസയിലിനെ നോമിനേറ്റ് ചെയ്തു? ക്യാപ്റ്റൻ ആകാൻ അർഹതയുള്ള വേറെയും ആളുകൾ ഉണ്ടായിരുന്നല്ലോ എന്ന്. അപ്പോഴാണ് ഒനീലിന് ഉത്തരം മുട്ടിയത്. ഒനീൽ അപ്പോൾ തപ്പിത്തടയുന്നൊക്കെ ഉണ്ട്, കാരണം ഈ ആഴ്ചത്തെ പെർഫോമൻസ് അനുസരിച്ചാണ്, അവളുടെ ടാസ്കിലെ പെർഫോമൻസ് അനുസരിച്ചാണ് എന്നൊക്കെ. ആദ്യം തന്നെ ജിസയിൽ ക്യാപ്റ്റൻ ആകുന്നത് ഇഷ്ടമല്ലെന്ന് ഒനീൽ പറഞ്ഞും പോയി. അനുമോളിൽ നിന്ന് ഇങ്ങനത്തെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചുമില്ല. ശരിക്കും ഉത്തരം മുട്ടിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒനീൽ ഒരു വക്കീലാണല്ലോ, വക്കീൽ ബുദ്ധി കാണിക്കാതിരിക്കില്ല. ആ സമയം തന്നെ ഒനീൽ തിരിച്ച് അനുമോളോടൊരു ചോദ്യം ചോദിച്ചു, നീ എന്തിനാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് രേണു സുധീനെ നോമിനേറ്റ് ചെയ്തത്? അവരെന്ത് തേങ്ങയാണ് ഇവിടെ കാണിക്കുന്നത്? എന്തെങ്കിലും കണ്ടന്റ് തരുന്നുണ്ടോ? എന്തെങ്കിലും കാര്യത്തിൽ ആക്റ്റീവാണോ? കഴിഞ്ഞ ദിവസവും കൂടി ഒരു ടാസ്ക് വന്നു, അക്ബറിൻ്റെയും ഷാനവാസിൻ്റെയും കൂടി. അവരെ എന്താണ് അതിൽ ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? നീ പിന്നെ എന്തിനാണ് രേണു സുധീനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ അനുമോളും ഒന്ന് പതറിയെങ്കിലും അനുമോള് പറയുന്നത്, രേണു ചേച്ചിക്കും ഒരു അവസരം കൊടുത്ത് നോക്കണം. ആ ചേച്ചിക്ക് ഒരു അവസരം കിട്ടിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ പെർഫോം ചെയ്താലോ, അങ്ങനെ ഒരു അവസരം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ രേണു ചേച്ചീനെ നോമിനേറ്റ് ചെയ്തത് എന്ന്. എന്നാൽ ഒനീൽ പറയുന്നത്, നമ്മുടെ ഈ രേണു സുധീനെ ഒരു തവണ കിച്ചൻ്റെ ക്യാപ്റ്റനായി ഇട്ടിരുന്നു. ആ സമയത്ത് പോലും അവർക്ക് ഒരു രീതിയിലും കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. കിച്ചണിലുള്ള 4 ആളുകളെ പോലും കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കാത്ത രേണു സുധിക്ക് എങ്ങനെയാണ് ഈ വീട്ടിലുള്ള 21 പേരെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കും, അതും ക്യാപ്റ്റനായിട്ട്? ആ ഒരു കാര്യത്തിൽ നമ്മുടെ അനുമോൾക്കും മറുപടി ഒന്നും പറയാനില്ല. രണ്ടുപേരുടെയും ഉത്തരം മുട്ടി. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തേച്ചൊട്ടിച്ചിരിക്കുകയാണ് അനുമോളും ഒനീലും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.